വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശയ്യ 48 അധ്യായത്തിൽ ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോട് സംസാരിക്കുന്നു. അവർ ദൈവത്തിന്റെ നാമം വിളിച്ചു പറയുന്നുവെങ്കിലും അവരുടെ ഹൃദയം അവനോട് വിശ്വസ്തമല്ല. ദൈവം അവരുടെ ദ്രോഹവും വിഗ്രഹാരാധനയും വെളിപ്പെടുത്തുന്നു. എന്നാൽ തന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അവരെ പൂർണ്ണമായി നശിപ്പിക്കാതെ കരുണ കാണിക്കുന്നു. ദൈവം തന്റെ പ്രവചനങ്ങൾ മുൻകൂട്ടി പറഞ്ഞതിലൂടെ വിഗ്രഹങ്ങൾക്കല്ല തനിക്കാണ് മഹത്വം എന്ന് തെളിയിക്കുന്നു. അവസാനം ദൈവം തന്റെ ജനത്തെ ബാബിലോണിൽ നിന്ന് വിടുതൽ നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നു. എന്റെ നാമത്തെ പ്രതി ഞാൻ കോപമടക്കി, എന്റെ മഹിമയ്ക്കായി നിന്നെ വിച്ഛേദിക്കാതെ ഞാനത് നിയന്ത്രിച്ചു. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. യേശയ്യ 48 അധ്യായം 9-10 തിരുവചനങ്ങൾ. യേശയ്യ 49 അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസൻ എന്ന പ്രവചനത്തെക്കുറിച്ചാണ്. ദൈവം തന്റെ ദാസനെ ജനങ്ങളെ വീണ്ടെടുക്കാനും ജാതികൾക്ക് പ്രകാശമാക്കാനും വിളിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ നിരാശയിലായിരുന്നുവെങ്കിലും ദൈവം അവരെ മറന്നിട്ടില്ലെന്ന് ഉറപ്പു നൽകുന്നു. അവൻ തന്റെ ജനത്തെ കരുണയോടെ വീണ്ടും കൂട്ടിച്ചേർക്കും. ലോകമെമ്പാടുമുള്ള ജാതികൾക്ക് രക്ഷ നൽകുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകൾക്ക് നേരെ ഞാൻ കരമുയർത്തുകയും അവർക്ക് അടയാളം കൊടുക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ മാറിലണച്ചും പുത്രിമാരെ തോളിലേറ്റിയും കൊണ്ടുവരും. യേശയ്യ 49 അധ്യായം 22 തിരുവചനം. യേശയ്യ 50 അധ്യായത്തിൽ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നു. അവർ ദൈവത്തെ വിട്ടുപോയത് ദൈവം അവരെ ഉപേക്ഷിച്ചതുകൊണ്ടല്ല, അവരുടെ പാപം തന്നെയാണ് അവരെ വേർതിരിച്ചത്. ദൈവത്തിന്റെ കൈ രക്ഷിക്കാൻ ചെറുതല്ല, അവന്റെ ശക്തി മതിയാകുന്നു. എന്നാൽ ജനങ്ങൾ അവനെ കേൾക്കാതെ ഇരുട്ടിൽ നടക്കുന്നു. അതേസമയം ദൈവത്തിന്റെ ദാസൻ വിശ്വസ്തനായി ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് അവന്റെ ഇഷ്ടം നിറവേറ്റുന്നു. ദൈവം അവനെ സഹായിക്കുന്നതിനാൽ അവൻ ഭയപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.